ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ വിശുദ്ധ പത്രോസ്ലിഹായുടെ 2 മുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു മുഖം യേശുവിനെ വിചാരണയ്ക്ക് വിധേയനാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് 3 തവണ യേശുവിനെ തള്ളിപ്പറയുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ പത്രോസിൽ 3 മുഖങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞത്, ഒന്നാമത്തേത് 16-ാം അധ്യായത്തിൻ്റെ 13-മുള്ള തിരുവചനങ്ങൾ, താൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ഈശോ ചോദിച്ചപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശിഷ്യന്മാർ അവതരിപ്പിച്ചു. അപ്പോൾ ഈശോ ചോദിച്ചു, നിങ്ങളെന്ത് പറയുന്നു? അപ്പോഴാണ് 16-ാം അധ്യായത്തിൽ 16-ാം വചനത്തിൽ പത്രോസ്ലിഹ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഒരു പക്ഷേ യേശുവിൻ്റെ ബലി പൂർത്തിയാകുന്നതിന് മുൻപ് യേശുവിനെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കുന്ന വചനം ഇതായിരിക്കാം. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഈശോ എന്ന് സ്നാപകന യോഹന്നാൻ പറഞ്ഞു. മറ്റ് പലരും യേശുവിനെക്കുറിച്ച് പലതും പറഞ്ഞെങ്കിലും ഇതുപോലെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആണെന്നുള്ള ഒരു വാചകം എങ്ങനെ പത്രോസിൻ്റെ അധരങ്ങൾ വന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാരണം മിശിഹായുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് യഹൂദൻ എന്നുള്ളതുണ്ട്. പത്രോസിന് ആ പശ്ചാത്തലമുണ്ട്. പക്ഷെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആണ് എന്ന് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവപുത്രനാണ് ഈശോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ക്രിസ്തുവാണ്, അഭിഷിക്തനായ മിശിഹ ആണ് എന്ന് പറയണമെങ്കിൽ പത്രോസിന് എവിടെ നിന്നും ഒരു അതിസ്വാഭാവികമായ വെളിപാടിൻ്റെ വെളിച്ചം കിട്ടിയിട്ടുണ്ട്. അത് സത്യമാണെന്ന് ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈശോ പറഞ്ഞു, യോനയുടെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അതായിരുന്നു പത്രോസിൻ്റെ മഹത്വം. ആള് ചൂടനായിരുന്നു, എടുത്തിയാട്ടക്കാരനായിരുന്നു. പക്ഷെ നിഷ്കളങ്ക സ്നേഹവും ദൈവവിളിയോടുള്ള വിശ്വസ്തതയുള്ളവനായിരുന്നതുകൊണ്ട് പിതാവായ ദൈവം യേശുവിൻ്റെ ബലി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പന്തക്കോസ്ത് അനുഭവത്തിലൂടെ ഇവരെ അഭിഷേകം ചെയ്ത് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം, ഒരു രഹസ്യം അവൻ്റെ അന്തരാത്മാവിൽ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ആ വെളിപാടിൻ്റെ വെളിച്ചമാണ് പത്രോസിനെ കൊണ്ടിത് പറയിപ്പിച്ചത്. ഇതേ പത്രോസ് തന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് താൻ വധിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ദൈവം കനിയട്ടെ എന്ന് പറഞ്ഞത്. അവിടെ പത്രോസ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ അവനെക്കൊണ്ടത് പറയിപ്പിച്ചത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആണ് എന്ന് പരിശുദ്ധാത്മാവനെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ അല്ല, ദുരാത്മാവാണ് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. കാരണം യേശുവിൻ്റെ ബലി തടസ്സപ്പെടുത്തുവാൻ, തടയാൻ ആഗ്രഹിക്കുന്നവനാണ് പിശാച്. ആ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 5-6 വചനങ്ങളിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും കാണിച്ചത്, എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് നൽകാം, നീ എന്നെ ആരാധിച്ചാൽ മതിയെന്ന് പറഞ്ഞ് യേശുവിൻ്റെ ബലി തുടങ്ങുന്നതിന് തൊട്ട് ആ ബലിയുടെ പ്രധാനപ്പെട്ട പരസ്യവിധം ആരംഭിക്കുന്ന ആ സമയത്ത് തന്നെ തടസ്സം ഉണ്ടാക്കിയത്. അപ്പോൾ ആ തടസ്സം ഉണ്ടാക്കിയ സാത്താനാണ് ഇപ്പോൾ പത്രോസിലൂടെ വീണ്ടും വന്നിട്ട് തടസ്സം ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം പത്രോസിന് അങ്ങനെ സംഭവിച്ചത്? നമുക്കും ഇതുപോലെ തന്നെയുള്ള ഒരു ബലഹീനതയ്ക്കുള്ള സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവിൽ നിവേശനങ്ങളും വെളിപാടുകളും വെളിപാടിൻ്റെ വെളിച്ചവും അഭിഷേകവും ഒക്കെ കിട്ടുന്നവരെന്ന് പറയുന്ന ഈ ലോകത്തിലുള്ളവർ, ആത്മീയ പിതാക്കന്മാരടക്കം, ഞാൻ വീണ്ടും ആവർത്തിക്കുക, ആത്മീയ പിതാക്കന്മാരടക്കം പരിശുദ്ധാത്മാവിൽ നിവേശനങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിതം നയിക്കുന്നവർ ആണവരെങ്കിലും, അങ്ങനെയാണ് അവർ വിചാരിക്കുന്നതെങ്കിലും ചില സമയങ്ങളിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾക്കും ദുരന്തങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. എത്ര വിശുദ്ധനാണെങ്കിലും, എത്ര ഉന്നത പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും ചില നിമിഷങ്ങളിൽ ദൈവിക രഹസ്യങ്ങൾ മുഴുവനും അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ഇത് തള്ളിക്കളഞ്ഞെന്ന് വരും. അപ്പോൾ അവരിൽ ആ ദൈവിക വെളിപാട് സ്വീകരിക്കാൻ തടസ്സമുണ്ടാക്കി നിൽക്കുന്ന അരൂപിയാണ് ദുരാത്മാവ്, അശുദ്ധാത്മാവ്, സാത്താൻ. അവനെയാണ് ഈശോ ഇവിടെ ശാസിച്ച് പുറത്താക്കുന്നത്. മറ്റൊരവസരത്തിൽ പത്രോസിൽ മനുഷ്യാത്മാവിൻ്റെ ഒരു കളി നമ്മൾ കാണുന്നുണ്ട്. അതായത് ദുരാത്മാവ്, പരിശുദ്ധാത്മാവ്,
പരിശുദ്ധാത്മാവാണ് ഇവരെ കൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹാണെന്ന് പറയിപ്പിച്ചത്. അശുദ്ധാത്മാവാണ് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയിപ്പിച്ചത്. ഇനി മറ്റൊരവസരത്തിൽ 3 തവണ യേശുവിനെ പത്രോസ് തള്ളി പറയുന്നുണ്ട്. നീ അവനോടുകൂടി ഉള്ളവനാണ് എന്ന് പറയുമ്പോൾ അവസാനം ആണയിട്ട് ശപിച്ചുകൊണ്ട് അവൻ പറയുന്നു, അല്ല, എനിക്കവനെ അറിയില്ല. ഇത് സത്യത്തിൽ 2 ആത്മാക്കളുടെ ഒരു സ്വാധീനമുണ്ട് ഇവിടെ. അവൻ്റെ മനുഷ്യാത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥയാണത്. ആ മനുഷ്യ മനസ്സിൻ്റെ പേടി മൂലം, മാനുഷികമായ ഭയനിമിത്തം താനും അവനോടൊപ്പം പിടിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്യും. താൻ വധിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പത്രോസിന് ആ യേശുവിൻ്റെ മരണശിക്ഷ കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് അറിയാം. അത് തനിക്ക് കിട്ടുമോ എന്നുള്ള ഒരു മാനുഷിക ഭീതിയിൽ നിന്ന് അഭിഷേകമില്ലാത്ത നിമിഷങ്ങളിലാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. ഇവിടെ യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് 3 തവണ തള്ളിപ്പറയുന്ന പത്രോസിൽ മാനുഷിക ബലഹീന മനസ്സിൻ്റെ സ്വാധീനം പോലെ തന്നെ അങ്ങനെയുള്ള മാനുഷിക ബലഹീന മനസ്സിൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ഒരു വ്യക്തി ആ നിമിഷം പിശാചും നിയന്ത്രിക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ ഏറ്റവും ഒരു അപകട സാധ്യതയുള്ളൊരു മേഖല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്കും നിറവിലേക്കും ജ്വലത്തിലേക്കും നിയന്ത്രണത്തിലേക്കും വരാത്ത നിമിഷങ്ങളിൽ നമ്മൾ എത്ര ഉന്നത പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും, എത്ര അഭിഷേകമുണ്ടെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിലും, നമുക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിലും ശരി, പാപമൊന്നുമില്ലാത്ത ജീവിതം നയിക്കുന്നവരാണെങ്കിലും ശരി, ഒരു പക്ഷേ നമ്മുടെ മാനുഷികമായ ചില ചിന്താഗതികളോ അറിവുകളോ ബോധ്യങ്ങളോ ധാരണകളോ വികാരങ്ങളോ ഒരു പക്ഷേ നമ്മൾ ഭീതിയിലേക്ക് നയിച്ചെന്ന് വരാം. ആ ഭയത്തിന് കാരണം യേശുവിൽ അഭയം എന്താത്തോണ്ടും ആകാം. അത് പറയാൻ എളുപ്പമാണ്. ഈ പറയുന്ന എനിക്കും അത് പറയാൻ എളുപ്പമാണെങ്കിലും അത് പ്രായോഗികമാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്കും തോന്നുന്നത്. ചില സമയങ്ങളിൽ ഈ അബദ്ധങ്ങൾ നമുക്കൊക്കെ പറ്റും. നമ്മുടെ മാനുഷികമായ അറിവ്, ബുദ്ധിപരമായ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ ഈ ഒരു നമ്മൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതെല്ലാറ്റിനും കൂടെ നടുവിൽ നിന്ന് മാനുഷികമായിട്ട് നമ്മൾ ഒരുപക്ഷെ അവിടെ ബലഹീനതയാൽ ചില തന്ത്രങ്ങൾ, ചില സൂത്രങ്ങളൊക്കെ ഒപ്പിച്ചെന്ന് വരാം. ആ തന്ത്രങ്ങൾ അങ്ങനെ വരുമ്പോൾ അവിടെ മനുഷ്യാത്മാവിൻ്റെ കളിയുടെ കൂടെ അവിടെ ദുരാത്മാവിൻ്റെ ഇടപെടലും കൂടെ വരും. നമ്മൾ തെറ്റുതിരുത്തുന്നില്ലെങ്കിൽ, നമ്മൾ മാനുഷികമായ നമ്മുടെ മനസ്സിൻ്റെ ബലക്കുറവ് നിമിത്തമോ അല്ലെങ്കിൽ ഭയനിമിത്തമോ അറിവില്ലായ്മ നിമിത്തമോ ഒരു അബദ്ധ തീരുമാനത്തിലേക്കോ പ്രതികരണത്തിലേക്കോ നടപടിയിലേക്കോ നീങ്ങുമ്പോൾ ദുരാത്മാവും അവിടെ ഇടപെടും. പിന്നെ നമ്മളെ പതുക്കെ ദുരാത്മാവ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അവരിതുവരെ നിഷ്കളങ്കതയിൽ, നൈർമല്യത്തിൽ, വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന് എന്നിൽ പ്രവേശിക്കാൻ പറ്റാത്തവൻ ഈ ഒരു മാനുഷിക ബലഹീനതയിൽ ചില നടപടികളോ പ്രതികരണങ്ങളോ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ ദുരാത്മാവും സൂത്രത്തിൽ അകത്ത് കയറും, നമ്മുടെ മനസ്സിനകത്തേക്ക് കയറും. ഇപ്പോൾ അവൻ മനസ്സിൽ കയറി നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സ് നിയന്ത്രണം ഏറ്റെടുക്കുന്ന അവസ്ഥ വരും. പക്ഷെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യേശു വധിക്കപ്പെട്ടുവെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യൂദാസ് ചെയ്തതുപോലെ ആത്മഹത്യക്ക് പോയില്ല. യൂദാസ് ആത്മഹത്യക്ക് പോകാൻ കാരണം അവൻ്റെ ഉള്ളിൽ കയറിയ പിശാച്, യോഹന്നാൻ 13:27, അവനെ ആത്മഹത്യയിലേക്ക് നയിച്ചു. പക്ഷെ ഇവിടെ പത്രോസ് ഈ പിശാചിൻ്റെ പ്രേരണയാലോ സ്വാധീനത്താലോ മാനസിക ബലഹീനതയാലോ യേശുവിനെ തള്ളി പറഞ്ഞുവെങ്കിലും അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, യേശു അവനെ നോക്കി. ആ നിമിഷം യേശുവിലൂടെ ഒഴുകി വന്ന ജീവൻ, ആ ശക്തി, ആ കൃപ പത്രോസിനെ മാനസാന്തരത്തേക്ക് നയിച്ചു. അവൻ അനുതപിച്ച് കരഞ്ഞപ്പോൾ അവന് കയറിയ പിശാചിനെ ഇറങ്ങി പോണ്ടി വന്നു. അനുതപിച്ച് കരയുമ്പോൾ, അനുതപിച്ച് തെറ്റുതിരുത്തുമ്പോൾ, ഇതുപോലുള്ള ബലഹീന നിമിഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന ദുരാത്മാവ് നമ്മളെ ഒബ്സസ് ചെയ്യുക എന്ന് പറയും. മനസ്സിനെ ബന്ധിക്കുന്ന ഒരവസ്ഥയാണ്, മനസ്സിനെ ബാധിക്കുന്ന, മനസ്സിൽ ആവേശിക്കുന്ന അവസ്ഥയാണത്. ആ ദുരാത്മാവ് മനസ്സിൽ നിറങ്ങി പോകേണ്ടി വരും നമ്മൾ അനുതപിക്കുന്ന നിമിഷം. അതുകൊണ്ടാണ് പത്രോസിന് മാർപ്പാപ്പാകാൻ പറ്റിയത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ മുമ്പിൽ സ്നേഹപ്രഖ്യാപനം നടത്തി ആദ്യത്തെ മാർപ്പാപ്പായിട്ട് അവരോധിക്കപ്പെടുന്ന അഭിഷേകത്തിലേക്ക് ഉയരാൻ സാധിച്ചത്. നമുക്കും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറ്റാം. നമ്മുടെ മാനുഷിക ബലഹീനതയിൽ
തെറ്റുകൾ പറ്റാം, ചിലപ്പോൾ നമ്മുടെ വിധി നിർണയങ്ങൾ തെറ്റാം, ആലോചനകളും ഒക്കെ തെറ്റാം. പക്ഷേ അനുദപിക്കുന്ന ഒരു മനസ്സും ഹൃദയമുണ്ടെങ്കിൽ, എളിമയുണ്ടെങ്കിൽ, ദൈവത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ, അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യേശുവിലൂടെ രക്ഷ പ്രാപിക്കാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മാനുഷിക ബലഹീനത നിമിത്തം നിന്നെ തള്ളിപ്പറയുന്ന, നിന്നെ വിട്ടുപോകുന്ന, നിൻ്റെ തിരുഹിതം അറിയാതെ ലോകഹിതമനുസരിച്ച് പോകുന്ന ദുരാത്മാവിൻ്റെ പിടിയിൽപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ ഈ ദുരന്തത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. അങ്ങയോട് എപ്പോഴും ചേർന്നിരിക്കാൻ, അങ്ങയുടെ തിരുഹിതം അനുസരിക്കാൻ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.